നമസ്കാരം, ഞാൻ ഷൈൻ പണിക്കർ. നമ്മളെല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് ആഴ്ചഫലം നോക്കുക എന്ന് പറയും. ഏതൊരു മാഗസിൻ കിട്ടിയാലും നമ്മൾ അതിൻ്റെ പിന്നിലെ ആഴ്ചഫലം നോക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലം. അശ്വതി നക്ഷത്രക്കാരുടെ ആഴ്ചഫലം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭരണി നക്ഷത്രക്കാരുടെ ആഴ്ചഫലം എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് എല്ലാവരും ഏറ്റവും ബാക്ക് പേജിലേക്ക് പോകും, ആഴ്ചഫലം നോക്കാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് കൃത്യമാണ് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ പല പ്രതീക്ഷകളും വെച്ച് പുലർത്തിയായിരിക്കും ആ ആഴ്ച കടന്നു പോകും. നിങ്ങൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നാള് ഒരു പക്ഷെ അശ്വതി ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം അശ്വതി വായിക്കുന്നതിന് പകരം മറ്റേതെങ്കിലും ഒരു നാളെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ചോദ്യ നക്ഷത്രമാണെന്ന് കരുതി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ രോഹിണിയാണ് അല്ലെങ്കിൽ അനിഴമാണെന്ന് കരുതി മറ്റേതെങ്കിലും ഒരു നാള് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആദ്യം നിങ്ങൾ ആ നാൾ വായിക്കുമ്പോൾ ഇപ്പൊ മാനസിക പിരിമുറുക്കം, സാമൂഹികമായ പ്രതിബദ്ധത, ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ചോദ്യ നക്ഷത്രത്തിന് തന്നെ വായിച്ചു. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അശ്വതി നക്ഷത്രക്കാരാണ്. അപ്പൊ ചോദ്യ നക്ഷത്രത്തിന് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതുപോലെയാണല്ലോ നമ്മളുടെ കാര്യങ്ങൾ പോകുന്ന എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ഇനി നമ്മൾ അതിന് ശേഷം അശ്വതി നക്ഷത്രം എടുത്തൊന്ന് വായിച്ചു നോക്കി, നമുക്കൊന്ന് അശ്വതി നക്ഷത്രത്തിൻ്റെതും നമ്മളുടേതാണ്. അപ്പൊ അതിലൊരു കോമൺ ഫലം മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പൊ അശ്വതി നക്ഷത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് തത്വചിന്താ പ്രവണതകൾ ഉണ്ടാകാം, സ്ഥാനലബ്ധി ഉണ്ടാകാം. തത്വചിന്താ പ്രവണതയും താഴത്തെ മാനസിക പിരിമുറുക്കവും തമ്മിലൊരു കണക്ഷൻ നിങ്ങൾ കണ്ടോ? കാരണം മാനസിക പിരിമുറുക്കമുള്ള ഒരാളിന് എന്തായാലും തത്വചിന്തകളും ഉണ്ടാവും. അതുപോലെ സാമൂഹിക പ്രതിബദ്ധ ഉണ്ടാകുന്ന ഒരാളിന് എന്തായാലും കൃത്യമായിട്ട് അതിന് മുകളിൽ ഒരു സ്ഥാനലബ്ധിയുടെ കാര്യവും പറയുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു സിമിലാരിറ്റി നമുക്കതിലൊരു ഫീല് വരും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു 2 വർഷം മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനിത് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ ആഴ്ചഫലം കണ്ടിട്ട് അതാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ചു നോക്കുക. അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് വരുന്ന മാഗസിനിൽ നിങ്ങളുടെ നാളിന് പകരം മറ്റൊരു നാൾ നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ ആ ആഴ്ച ഒന്ന് മുന്നോട്ട് നോക്കുക. നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ കാര്യം, അതായത് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ വർഷം ഈ മാസം എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ജനന സമയം ഉപയോഗിച്ചുള്ള വിശകലനം മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കൂ. അല്ലാതെ ഒരിക്കലും ഒരു പൊതുവായ ഒരു അശ്വതി നക്ഷത്രത്തിന്റെ ഫലം ഉപയോഗിച്ച് എല്ലാ അശ്വതിക്കാർക്കും ഒരേ ഫലം വരില്ല. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഈ മാഗസിനിൽ പല ചെറുകഥകളും ഇതെല്ലാം വരുന്ന പോലത്തെ ഒരു കഥ മാത്രമാണ് അതെന്ന് എനിക്കതിൽ പറയാനുള്ളത്. കാരണം ഒരിക്കലും ഒരു നാളിനും കോമൺ ഫലം എന്നുള്ളതില്ല. പിന്നെ ചാരവശാൽ വ്യാഴം നിൽക്കുന്ന ഫലവും ചാരവശാൽ ശനി നിൽക്കുന്ന ഫലവും ഉണ്ടെങ്കിൽ പോലും അത് അവരുടെ ഗ്രഹനിലയുമായി ചേർത്ത് മാത്രമേ നിങ്ങളത് കണക്കാക്കാവൂ. കാരണം അവരുടെ ഗ്രഹനിലയെ ശനി അനുകൂലനാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് കണ്ടകശനി വരുമ്പോഴത്തേക്കും ആ വ്യക്തി കണ്ടകശനിയാണെന്ന് അറിയത്തോലുമില്ല. ആ വ്യക്തിക്ക് ശനി വളരെ സപ്പോർട്ടീവായിട്ട് പോകുന്ന ആളായിരിക്കും. അതുപോലെ വളരെ നല്ല രീതിക്ക് ഒരു നാളിനെ കുറിച്ച് പറയുന്നു. ആ നാളുകാരിൽ ചിലർ ആക്സിഡന്റ് പറ്റി കിടക്കുന്നവരുണ്ടാകാം, ചിലർക്ക് ജോലി കിട്ടിയിട്ട് ഇന്റർവ്യൂവിൽ കിട്ടിയവരുണ്ടാകാം, ചിലർക്ക് ഇന്റർവ്യൂവിന് നഷ്ടപ്പെട്ടു വന്നവരുണ്ടാകാം, ചിലർ ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു വരുന്ന നക്ഷത്രക്കാരെല്ലാം ആ സെയിം നക്ഷത്രത്തിൽ ഉണ്ടാകും. അപ്പൊ ഇവരെല്ലാവരും ഈ കാറ്റഗറിയിൽപ്പെട്ട എല്ലാവരും ആ നക്ഷത്രത്തിന്റെ ഒരു പൊതുഫലം വായിക്കുമ്പോൾ എന്താണ് ഈ എഴുതി ചേർത്തിരിക്കുന്നത് എന്ന തരത്തിലെ ഇവർക്ക് ഓരോരുത്തർക്കും മനസ്സിൽ വരും. പിന്നെ ഇല്ല അന്ധമായ ഒരു തരത്തിലുള്ള വിശ്വാസം വരുന്നവരും എനിക്ക് ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കുമെന്ന് പറയുന്നുണ്ട്, ആഴ്ചപ്പതിപ്പിൽ പറയുന്നുണ്ട് കേട്ടോ എന്ന് കരുതി ലോട്ടറി എടുക്കാൻ നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോ ആ ആഴ്ചഫലം വെച്ച് തന്നെ ലൈഫിനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് ഇത് കാണുന്നു. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത് ഓരോ സമയത്താണ്. ഓരോ മിനിറ്റും മാറുമ്പോഴത്തേക്കും ആ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ആ കോസ്മിക് എനർജി നിങ്ങളിലേക്ക് കൊടുക്കുന്ന എനർജിക്ക് പല മാറ്റങ്ങൾ വരും. ചിലർക്ക് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ജനിക്കുന്ന ഒരാളിന് ചൊവ്വ വളരെ പ്രതികൂലനുമായിരിക്കും. സെയിം അവസ്ഥ തന്നെയാണ് ശനിയുടെ കാര്യം. ശനി വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാള് അതേ ദിവസം ജനിച്ച മറ്റൊരാളിന് ചിലപ്പോൾ ശനി വളരെ ബുദ്ധിമുട്ടായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും ശനി ഒരുപോലെ ആയിരിക്കത്തില്ല. ഒരു ദിവസം ജനിച്ച ഇരട്ടകൾക്ക് പോലും അങ്ങനെയല്ല. അപ്പൊ പിന്നെ ഒരു നാളിന് ജനിച്ച പല വയസ്സിലുള്ള ആൾക്കാർ, 1 വയസ്സുള്ള ആളും 100 വയസ്സുള്ള ആളും ഒക്കെ ഈ ആഴ്ചപ്പതിപ്പിനെയാണ് അവര് മനഃപ്പാടമാക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് അവരൊരു വഴികാട്ടിയായിട്ട് അവർ കാണുന്നത്. അതങ്ങനെയല്ല. ശരിക്കും നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഗ്രഹനില കയ്യിലുണ്ടെങ്കിൽ ആ ഗ്രഹനിലയുമായി നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ആസ്ട്രോളജറെ പോയി കാണുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായ ജനന സമയം ഉപയോഗിച്ച് നിങ്ങൾ ഒരു ആസ്ട്രോളജറെ കണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ആസ്ട്രോളജറെ കാണുക. അതിലാണ് കറക്റ്റായിട്ടുള്ള കാര്യമുള്ളത്. ഈ കൃത്യമായിട്ടുള്ള ജനന സമയം എന്ന് പറയുന്ന കാര്യം ആ ദിവസം തന്നെ ഒരുപാട് ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം ലഗ്നത്തിന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ മൊത്തം ടോട്ടൽ ഇപ്പൊ ലഗ്നാൽ 7-ൽ ചൊവ്വ നിൽക്കുന്ന ഒരാൾ 1 മണിക്കൂർ മുന്നെയാണ് ജനിക്കുന്നതെങ്കിൽ ആ 7-ലെ ചൊവ്വ 6-ലോട്ട് മാറും. അപ്പൊ 6-ൽ ചൊവ്വ ദോഷമില്ലാത്ത അവസ്ഥയാണ്. അപ്പം
ഓരോ മിനിറ്റും നമ്മളുടെ ശരീരത്തിലേക്ക് വരുന്ന ആ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിന് മാറ്റമുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ടും തിരിച്ചറിയണം. ആഴ്ചപ്പതിപ്പുകളെ നിങ്ങൾ ഫോളോ ചെയ്താൽ അത് കൃത്യമായും പ്രവചനം ശരിയാവണമെന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ജ്യോതിഷത്തിന്റെ റിയാലിറ്റിയും സത്യാവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആവും. അപ്പൊ ചിലർക്ക് ഇതിനോട്ടങ്ങ് പൂർണ്ണമായിട്ട് അവിശ്വാസം വരും, ചിലർ ഇതിൻ്റെ ഒരു അന്ധമായ ഒരു വിശ്വാസം വരും. ഇപ്പൊ ലോട്ടറി അടിക്കും എന്നുള്ളൊരു ഒരു 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 ആരുടെയെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു മാഗസിനിൽ എഴുത്ത് കണ്ട് മാത്രം ചിലപ്പം ഒരുപാട് പൈസ മുടക്കി ലോട്ടറി എടുത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകും. അപ്പൊ അങ്ങനെയല്ല, കൃത്യമായ വിശകലനം ചെയ്താൽ മാത്രമേ ജ്യോതിഷത്തിന്റെ കറക്റ്റായിട്ടുള്ള ഫലം കിട്ടാൻ പറ്റൂ. നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആഴ്ചഫലങ്ങളെല്ലാം തന്നെ ശരിയാവണമെന്നില്ല, ശരിയല്ലേയും താൻ. നന്ദി, നമസ്കാരം.